കരയാതെ ശാന്തി. എന്നെ തുടരുത് ശാന്തി. ഞാൻ നശിച്ചവളാണ്. ഒരിക്കലുമല്ല. ലോകത്ത് എത്രയോ പെൺകുട്ടികൾക്ക് നിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ജീവിക്കണമെന്നില്ല. നീ ജീവിക്കണം, എനിക്ക് വേണ്ടി. ഈ ശരീരത്തെയല്ല ഞാൻ സ്നേഹിച്ചത്, എന്റെ ശാന്തി. എല്ലാവരും വെറുക്കുന്ന എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. ആരെതിർത്താലും നിന്റെ കഴുത്തിൽ നാളെ ഞാൻ താലി കെട്ടും. മോൻ എന്താണ് ഉറങ്ങാത്തത്? ഒന്നുമില്ല. എന്തോ ഉണ്ട്. നിന്നെ നമ്മൾ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. മൊയ്തൊക്കെ കിടന്നുറങ്ങണം. ഞമ്മക്ക് ഉറക്കമല്ലോ കുഞ്ഞ്, നമ്മൾ മരിച്ചോണ്ടിരിക്കയല്ലേ. അതിന് മറുപടി പറയാനുള്ള ശക്തി എനിക്കില്ല. ഈ ദുനിയാവില് തന്റെ പോലും ബഹവയ്ക്കാത്ത എനിക്ക് ശക്തിയില്ലെന്നാ. നീ ചന്തയിൽ ആരെങ്കിലുമായിട്ട് ഭയക്കുണ്ടാക്കിയ മോനെ, നീ ഇങ്ങനെ മിണ്ടാട്ടും ഉരിയാട്ടും ഇല്ലാണ്ടിരുന്നാല് നമ്മക്ക് ഉറക്കം വരില്ല. ബഷീറിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ മയ്യത്തെടുക്കേണ്ടത് നീയാണ്. നീ ബാ. അച്ഛനൊരു കള്ളുകുടിയനായതുകൊണ്ടാണ് ആ ലാസറിനെ തൊടാൻ ധൈര്യപ്പെട്ടത്. അച്ഛനെ പോലുള്ളവർക്ക് പെൺമക്കൾ ജനിക്കാൻ പാടില്ല. മോളെ, ഞാനൊരാണായിരുന്നെങ്കിൽ രണ്ടെങ്കിലും ജീവിക്കുമായിരുന്നു. മോളെ, അച്ഛൻ കുടിച്ചു കുടിച്ച് കുടുംബം നശിപ്പിച്ചു. അച്ഛൻ മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ആളല്ലേ? എങ്ങനെയായാ നാളെ എന്നെയും വിൽക്കേണ്ടി വരും. ഇവനിവിടെ ആരെങ്കിലും വിരോധികളുണ്ടോടാ? രാജൻ ഈ വാക്കത്തെയും കൊണ്ട് ലാസാറിനെ അന്വേഷിച്ച് ഇന്ന് ഈ ചന്ത മുഴുവൻ നടക്കുന്നുണ്ടായിരുന്നേ. ഓഹോ,
മൊയ്തുക്ക, എന്താ എന്താപ്പാ രാജൻകുഞ്ഞ് ലാസറിനെ കുത്തിക്കൊന്നു. എന്താടാ പറഞ്ഞു? മാർക്കറ്റ് മുഴുവൻ പോലീസാ. പോലീസേ? രാജൻ ഇവിടുന്ന് പുറത്തു പോയിട്ടില്ല. രാജാ, രാജാ, രാജാ. എന്താ പോയി? എന്താടാ? നീ നമ്മളെ രാത്രിയിൽ പുറത്തു പോയാ? ഇല്ല മൊയ്തുക്ക. നീ ലാസറെ കുത്തിക്കൊന്ന് ഞാൻ പറയണേ? ഞാനും രാജൻകുഞ്ഞിന്റെ വെട്ടിയെത്തിയാ പോലീസിന്റെ കിട്ടിയിരിക്കുന്നു. പടച്ചോനെ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്? രാജാ, രാജാ, ഓനെ ആ കുറി തുറന്ന് അതിനകത്ത് ഇരിക്കും. ചെല്ലേ ചെല്ലേ. രാജനെവിടെ? നമ്മക്കറിയില്ല. അറിയില്ലല്ലേ? കേറി നോക്കി. ഇവിടെ എങ്ങുമില്ല സാർ. കമാ. നീ വേഗം ചന്തയിലേക്ക് ചെല്ല്. അവിടെ എന്തൊക്കെ നടക്കണം നമ്മൾ അറിയിക്കണം. ചെല്ലേ. എന്റെ ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ മോൻ ഒരാപത്തും വരുത്തുന്നേ. ബ്ലഡി സ്റ്റുപ്പിഡ്. അവൻ കൊലപാതകം ചെയ്യാൻ മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ അതും കൂടി ചെയ്തു. അവൻ എന്റെ മുമ്പിലെ പ്രതിക്കൂട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അന്ന് ജസ്റ്റിസ് ദേവരാജൻ ഉണ്ടായിരിക്കില്ല. അമ്മേ, അമ്മേ. നീ എന്തിനിവിടെ വന്നു? അച്ഛാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ജസ്റ്റിസ് ദേവരാജൻ കൊലപാതകയാണെന്ന് അറിയുന്നത് അച്ഛന് അപമാനമാണ്. ഒരിക്കലും വരരുതെന്ന് വിചാരിച്ചിരുന്ന ഈ വീട്ടിൽ ഞാനിപ്പോൾ കടന്നു വന്നത് അച്ഛനോട് സത്യം തുറന്നു പറയാൻ വേണ്ടി മാത്രമാണ്. അച്ഛൻ എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കാനോ? അമ്മേ, അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കൂ. അമ്മയുടെ മകൻ ഒരു കൊലപാതകയല്ല. അയ്യോ, പോലീസ്! ഞാൻ പിടികൊടുക്കില്ലമ്മേ, ഞാൻ പിടികൊടുക്കില്ല. രാജൻ ഇവിടെ വന്നു സർ. വന്നു. രാജനെ അറസ്റ്റ്. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യരുതെന്ന് അവരോട് പറയൂ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ. അവൻ ഇതിലെയാണ് പോയത്. താങ്ക് യു. മൊയ്തുക്ക, എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം. അവൻ നിരപരാധിയാണെന്ന് അവന്റെ അച്ഛൻ പോലും വിശ്വസിക്കുന്നില്ല. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മൊയ്തുക്കയ്ക്ക് ഈ ശാരിപ്പങ്ങളെ കാണാൻ കഴിയില്ല. പെങ്ങളെ, ബഷീറിനെ രക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ദേവനെടുത്ത് ചെന്നപ്പോ ഓൻ പറഞ്ഞ വാക്കോർമ്മയുണ്ട? അവൻ ജഡ്ജി ആയതുകൊണ്ട് പറ്റൂല. പക്ഷേങ്കിൽ നമ്മളത് പറയില്ല. ജഡ്ജിക്ക് മാത്രമേ മാനവും വിലയുള്ളതാണ് അവന്റെ വിചാരം. അവന്റെ കണ്ണില് നമ്മൾ വെറും മീകച്ചവടക്കാരനല്ലേ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് നമുക്കറിയാൻ പെങ്ങളെ. രാജനെ രക്ഷിക്കാൻ വേണ്ടി ജഡ്ജി അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്. പെങ്ങള് സമാധാനമായിട്ട് വീട്ടിൽ പോയിക്കോളി. മൊയ്തുക്ക എന്താണ് ചെയ്യാൻ പോകുന്നത്? കൊലക്കുറ്റം നമ്മൾ ഏറ്റെടുക്കും. മൊയ്തുക്ക, ദേവം പഠിത്തമുള്ളവനാണ്, പദവിയുള്ളവനാണ്, പണമുള്ളവനാണ്. പക്ഷെങ്കിൽ എല്ലാത്തിനും വലുത് സ്നേഹമാണെന്ന് നമ്മൾ അവനെ പഠിപ്പിക്കും. മൊയ്തുക്ക, മൊയ്തു, എന്താ മൊയ്തു? ലാസറിന്റെ കൊലപാതകത്തെ പറ്റി പറയാനാണ് നമ്മൾ വന്നത്. മൊയ്തു എന്താ പറയുന്നത്? ലാസറെ കൊന്നത് രാജനല്ല, നമ്മളാണ്. മൊയ്തു, നീയോ? അതെ. അല്ല. മോനെ, നീ മൊയ്തുക്ക, എനിക്ക് വേണ്ടി കള്ളം പറയരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ.